ഇതോടൊപ്പം കെ.എൻ. ഖാദറുടെ മറ്റൊരു പ്രതികരണം കൂടി വരുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ അങ്ങയുടെ പുസ്തകം വ്യാകരണമില്ലാത്ത ജീവിതത്തിൽ പറയുന്നുണ്ട്, ഗുരുവായൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന BJP CPM ഡീലിനെ കുറിച്ച്. അത് അങ്ങയുടെ ബോധ്യത്തിൽ നിന്ന്, നേരിട്ടുള്ള ബോധ്യത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എന്തായിരുന്നു അങ്ങയുടെ ആ പുസ്തകത്തിലെ ആ പരാമർശത്തിന്റെ സാഹചര്യം, സാധ്യത? BJPക്ക് അവിടെ 25,000 വോട്ട് നിയമസഭയിലുണ്ടായിരുന്നു, 25,490, 33,000 വോട്ട് പാർലമെന്റിലുണ്ടായിരുന്നു. അതിനിടയ്ക്ക് BJP സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിക്കളയുക ചെയ്ത് 21 ഗുരുവായൂർ. തള്ളിക്കളയുന്ന സന്ദർഭത്തിൽ ഓൺ ദ സ്പോട്ട് അവർ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. BJP തന്നെ അതിനൊരു ബഹളം വെച്ചില്ല. തള്ളിക്കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഇലക്ഷനിലും ചില നോമിനേഷനിൽ അപാകതകൾ വന്നപ്പോൾ നാളത്തേക്ക് മാറ്റിവെച്ചു, ഇല്ലേ? സതീശൻ്റെ മാറ്റിവെച്ചു, വേറെ പലതും മാറ്റിവെച്ചു. ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു കാൽക്കുലേറ്റഡായിട്ടൊരു പണിയായിരുന്നു. ആ റിട്ടേണിംഗ് ഓഫീസർ ആൾസോ ഫേവറിങ് ദി ലെഫ്റ്റ്. പിന്നെ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായപ്പോൾ അവരൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 6,000 വോട്ടാണ്. അപ്പോൾ 25,000 ഉണ്ടെങ്കിൽ തന്നെ 19 കുറവുണ്ട്, 33 ഉണ്ടെങ്കിൽ അതിലേറെ കുറവുണ്ട്. ഗുരുവായൂരിൽ BJP CPIM ഡീലുണ്ട്. ആ ഡീൽ താൻ നേരിട്ട് കണ്ടതാണെന്നും കെ.എൻ. ഖാദർ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.